ഒരു വിരമിച്ച വയോധികനായ അധ്യാപകൻ ഒരു പാർക്കിന്റെ ബെഞ്ചിൽ ശാന്തനായി ഇരുന്ന് കിളികൾക്ക് ആഹാരം കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഒരു യുവാവ് അടുത്തെത്തി ചോദിച്ചു, സാർ, താങ്കൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? വൃദ്ധൻ മുഖമുയർത്തിയൊന്ന് നോക്കി. ക്ഷമിക്കണം മകനെ, എന്റെ കാഴ്ച അല്പം മങ്ങിയിട്ടുണ്ട്. ഓർമ്മയും പഴയതുപോലെ ഇല്ല. അവനൊരു ചെറിയ പുഞ്ചിരിയോട് കൂടി അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നിരുന്നു. 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ താങ്കളുടെ വിദ്യാർത്ഥിയായിരുന്നു. ഇന്ന് താങ്കളോട് നന്ദി പറയാനാണ് ഞാൻ വന്നത്. വൃദ്ധൻ ചെറുതായെന്ന് ചിരിച്ചു. എന്നോട് നന്ദി പറയാനോ? അധ്യാപകർക്ക് അങ്ങനെ പലപ്പോഴും നന്ദിയൊന്നും കിട്ടാറില്ലല്ലോ. ഇപ്പോൾ നീ എന്താണ് ചെയ്യുന്നത്? വൃദ്ധൻ ചോദിച്ചു. ഞാനൊരു അധ്യാപകനാണ് സാർ. നിങ്ങളെപ്പോലെ ആകാൻ വേണ്ടിയാണ് ഞാനൊരു അധ്യാപകനായത്. വൃദ്ധൻ ആശ്ചര്യത്തോടു കൂടി അവനെ ഒന്ന് നോക്കി. എന്നെപ്പോലെയോ? അതിന് ഞാൻ അത്ര പ്രത്യേകതകളുള്ള വ്യക്തിയൊന്നും ആയിരുന്നില്ലല്ലോ. യുവാവ് ഒരു ദീർഘനിശ്വാസത്തിന് ശേഷം സംസാരം തുടർന്നു. 7ാം ക്ലാസ്സിൽ ഒരു ദിവസം പണക്കാരനായ ഒരു കുട്ടിയുടെ വില കൂടിയ വാച്ച് കാണാതായ സംഭവം സാർ ഓർക്കുന്നുണ്ടോ? വൃദ്ധൻ ആ സംഭവമൊന്ന് ഓർമ്മിക്കാൻ ശ്രമിച്ചു. യുവാവ് പറഞ്ഞു, ആ വാച്ച് മോഷ്ടിച്ചത് ഞാനായിരുന്നു സർ. വൃദ്ധനൊന്ന് സ്തബ്ധനായി. എനിക്ക് അത്രയേറെ ആഗ്രഹം തോന്നി. എല്ലാവരും കളിക്കാൻ പുറത്തു പോയപ്പോൾ ഞാനായിരുന്നു സാർ ആ കുട്ടിയുടെ പെൻസിൽ ബോക്സിൽ നിന്നും ആ വാച്ച് മോഷ്ടിച്ചത്. അവൻ പരാതിപ്പെട്ടപ്പോൾ സാർ ക്ലാസ്സിലേക്ക് വന്നു. എപ്പോഴത്തെയും പോലെ ശാന്തനായി. സാർ വാതിലടച്ചു. എന്നിട്ട് എല്ലാവരോടും കണ്ണുകൾ അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എല്ലാവരുടെയും പോക്കറ്റുകൾ പരിശോധിക്കാൻ പോവുകയാണ്. പക്ഷേ ഞാൻ ആരെയും ശിക്ഷിക്കില്ല. എന്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സാറിന്റെ പോക്കറ്റിൽ നിന്നും ആ വാച്ച് കണ്ടെത്തി. വൃദ്ധൻ നിശബ്ദനായി ഇതെല്ലാം കേട്ടുനിന്നു. പക്ഷേ താങ്കൾ അവിടെ നിർത്തിയില്ല. എല്ലാവരുടെയും പോക്കറ്റുകൾ പരിശോധിച്ചു. ഒരു തരത്തിലുള്ള കുറ്റപ്പെടുത്തലുമില്ല, കോപവുമില്ല. അവസാനം സാർ ആ വാച്ച് ഉടമയ്ക്ക് തിരിച്ചു കൊടുത്തു. ഇത് ഇവിടെ വെച്ച് നമുക്ക് മറക്കാം. ഇവിടെ ആരും മോഷ്ടാവല്ല. ഇനി ശ്രദ്ധിക്കുക, അത്രമാത്രം സാർ പറഞ്ഞു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ആ ദിവസം സാറിന്റെ മാന്യത രക്ഷിച്ചു, എന്റെ ഭാവിയും രക്ഷിച്ചു. അന്ന് ഞാനെടുത്ത തീരുമാനമാണ് നിങ്ങളെപ്പോലെ ഒരു അധ്യാപകനാകണമെന്ന്. ഒരു കുട്ടിയെ തെറ്റിൽ നിന്നും തിരുത്തുമ്പോൾ അവന്റെ ജീവിതം തകർക്കാത്ത ഒരാളായിരിക്കണം അധ്യാപകനെന്ന് സാർ ഞങ്ങളെ അന്ന് പഠിപ്പിച്ചു. വൃദ്ധൻ അതിശയത്തോടു കൂടി അവനെ നോക്കി. മകനെ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ വാച്ച് മോഷ്ടിച്ചത് ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൻ ഞെട്ടി. എന്താണ് സാർ പറയുന്നത്? വൃദ്ധൻ സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. കാരണം ആ സമയത്ത് ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ചിരുന്നു. ഒരുപക്ഷെ ഞാൻ നിന്നെ കണ്ടിരുന്നുവെങ്കിൽ പിന്നീട് ഞാൻ നിന്നെ കാണുന്നത് വേറെ രീതിയിലായേനെ. തെറ്റ് ചെയ്താലും ഓരോ കുട്ടിക്കും ഒരവസരം കൊടുക്കണമെന്ന് ഞാൻ വിശ്വസിച്ചു. അവൻ മുഖം പൊത്തി കരഞ്ഞു. വൃദ്ധൻ സ്നേഹത്തോടെ അവൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ഇന്ന് നീ നല്ല മനുഷ്യനാണ്. കാരണം ഒരിക്കൽ ആരോ നിന്നിൽ വിശ്വസിച്ചിരുന്നു. ഒരു നല്ല അധ്യാപകന് ഒരു ജീവിതം മാറ്റാൻ കഴിയും. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.